നമുക്ക് റവ കൊണ്ടൊരു കിടിലൻ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണേ. പിന്നെ അതേ പാനിലോട്ട് തന്നെ കുറച്ച് നേന്ത്രപ്പഴം, ഞാനൊരു 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് വെന്ത് വന്നതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് റവ, ഒരു 1/2 കപ്പ് റവ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് റവയിട്ട് നമ്മൾ ശർക്കര പാനി തണുത്ത് വന്നതിന് ശേഷം അത് കുറച്ചായിട്ട് ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പിടി തേങ്ങയും ആ നേരത്തെ വറുത്ത് കോരി വെച്ച ഉണക്കമുന്തിരിയും പിന്നെ നേന്ത്രപ്പഴവും കുറച്ച് നല്ല ജീരകവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ശർക്കര പാനിയോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം എടുക്കുക. അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ തന്നെ ചുട്ടെടുത്താലും മതി. ഞാനിത് ഈ ഒരു പിഞ്ഞാണമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഈ മാവൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്നാക്സ് റെഡി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? ഇത് എളുപ്പമല്ലേ? ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ, മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. റവയാണെന്ന് കഴിക്കുമ്പോൾ നമുക്ക് തോന്നില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.